ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സംഗീത ശ്രീകാന്താണ് നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. സ്റ്റാർട്ടിങ് ലൈക്ക് സ്കൂളിൽ നിന്ന് പാട്ടൊക്കെ പഠിച്ചു തുടങ്ങിയിരുന്നു. 6 വയസ്സുള്ളപ്പോൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങി. പിന്നീട് 2001 സി സാരേഗാമ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ, അത് ഓൾ ഇന്ത്യ നേഷൻ വൈഡ് ഉള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. റിയാലിറ്റി ഷോൻ്റെ ഒരു തുടക്കമായിരുന്നു അത്. നോർത്ത് ഇന്ത്യൻ ചാനലായിരുന്നു അത്. സോ കുറച്ചുകൂടി കൂടുതൽ എക്സ്പോഷ്യർ കിട്ടി തുടങ്ങി. അതിന് ശേഷമാണ് ശരിക്കും സംഗീതമാണ് നമ്മുടെ ഒരു വഴി എന്നൊരു ഡിസിഷൻ, എന്നൊരു തോട്ട് ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് ചാനൽസിൽ മ്യൂസിക് പ്രോഗ്രാംസ് ആങ്കർ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു പ്രമുഖ ചാനലിൻ്റെ തന്നെ മ്യൂസിക് പ്രോഗ്രാം ആങ്കർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്തു. അതിനും ശേഷമാണ് സിനിമയിലേക്കുള്ള എൻട്രി. നമുക്കൊരു പാട്ട് കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് പാടുന്ന സിനിമ ഛോട്ടാ മുംബൈയാണ്. രാഹുൽ രാജാണ് എന്നെ ഫിലിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു മെലഡിയോടുകൂടി ആണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആ പാട്ട് തന്നെ പാടാം. പൂനിലാമഴ നനയും പാതിരാക്കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെയായുള്ളിൽ മൂടുമനുരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെല്ലുമിനി വൈകാതെ പൂനിലാമഴ നനയും പാതിരാക്കുയിലുകളെ. ആരാണ് സംഗീതയ്ക്ക് പാടാനുള്ള കഴിവുണ്ട് എന്ന് വീട്ടിൽ തന്നെ അറിയാലോ? അച്ഛനും അമ്മയും തന്നെ. 6 years. ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ ഗുരു RLV കോളേജിലെ റിട്ടയർഡ് വീണ പ്രൊഫസർ സരസ്വതി ടീച്ചറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കി, അമ്മയും അച്ഛനും തന്നെ. അവിടെ നിന്നാണ് ഞാൻ പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, സ്ത്രീകളുടെ ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലിയാണല്ലോ. ഫാമിലിയുടെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്കൊരിക്കലും, എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓഫ് കോഴ്സ് 150% സപ്പോർട്ടീവാണ്. മോനുണ്ട്, മാധവൻ എന്നാണ് പേര്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കും. അങ്ങനെയില്ല, അവൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഒന്നും അറിയാറായിട്ടില്ലല്ലോ. ഇപ്പം തൽക്കാലം പഠിക്കുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഓൾ ദ ഹോൾ കുഞ്ഞു കുഞ്ഞു പടങ്ങളും ഡബിങ് പടങ്ങളും എല്ലാം കൂടി ചേർത്ത് 10-30 ഫിലിംസിൽ പാടിയിട്ടുണ്ട്. അതിലൊരു മെയിൻ സ്ട്രീം നമുക്ക് കുറച്ച് പോപ്പുലറായ പാട്ടിൽ 10-11 പാട്ടിലുണ്ട്. ഓക്കെ, എൻ്റെ ഒരു കരിയറിലൊരു ബ്രേക്കായൊരു പാട്ടാണ് ചട്ടക്കാരി സിനിമയിലെ M ജയചന്ദ്രൻ സാറിൻ്റെ സംഗീതത്തിലുള്ള ഓ മൈ ജൂലി എന്നുള്ള പാട്ട്. അതെന്നെ പാടാം. ഓ മൈ ജൂലി നീ എൻ ഗാനം നെഞ്ചിനുള്ളിൽ കേൾക്കും താളം കണ്ണിൽ കണ്ണിൽ കൂടും കൂട്ടി ചുണ്ടിൽ ചുണ്ടിൽ ചൂളം മൂളി തീരം തേടുമി പാട്ട് കുളിരിൽ കുറുകുമി കാറ്റ് കടലിൽ മുങ്ങുമെൻ പ്രേമം നീ ജൂലി I love you.
ആൽബം പാടാറുണ്ട്, ഡിവോഷണൽ, അതർ ദെൻ ഫിലിംസ്. ജിംഗിൾസ് പാടാറുണ്ട്, ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ജിംഗിൾസ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കേൾക്കുന്ന പാട്ടാണ് ജിംഗിൾസ്. ജിംഗിൾസ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ആൽബംസും ഡിവോഷണലും. സ്റ്റേജ് പ്രോഗ്രാംസും ചെയ്യും. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സംഗീത പാടി കേൾക്കണം ആഗ്രഹിക്കുന്ന അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ സമയത്തെ ഒരു ട്രെൻഡ് ഹിറ്റ് സോങ്സ് ഉണ്ടല്ലോ, അത് മിക്കപ്പോഴും നമ്മൾ പാടേണ്ടി വരാറുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസിനെ. അത് ആ സമയത്തെ ഹിറ്റുകൾ ഏതാണോ അത് കേൾക്കാൻ എന്നും ജനങ്ങൾക്ക് ഇഷ്ടമാണ്, അതെന്തായാലും പാടേണ്ടി വരും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പാട്ടിൽ പാടാറുണ്ട് 4 ലൈൻസ്. ചിലപ്പോൾ ഇപ്പം പണ്ടത്തെ ഒരു ഗാനമേള കോൺസെപ്റ്റ് മാറിയിട്ട് ബാൻഡ് അൺപ്ലഗ്ഡ് ആയിട്ടുള്ള മെഡ്ലേസ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. സോ ദാറ്റ് അതിൽ ഒരു പാട്ടല്ല, ചെയിൻ ഓഫ് സോങ്സ് നമ്മൾ അൺപ്ലഗ്ഡ് ആയിട്ട് പാടുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടമുള്ള പല പാട്ടുകളും ആ മെഡ്ലിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. മറ്റേതാകുമ്പോൾ ഒറ്റ പാട്ടേ നമ്മൾ പാടി നിർത്തും, മനസ്സിലായില്ല. അപ്പം കൂടുതലും മെഡ്ലേസ്, ഇപ്പോൾ ബാബുരാജ് ഹിറ്റ്സ് അല്ലെങ്കിൽ സലിൽദ, മദൻ മോഹൻലത ജി കൂട്ടുകെട്ടിൽ അങ്ങനെ അതൊക്കെ മെഡ്ലി ആയിട്ട് പാടും. അപ്പോൾ അതിൽ പല സോങ്സ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അൺപ്ലഗ്ഡ് ആയിട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു അവസരം കിട്ടിയ സംഗീതജ്ഞരും ആദ്യം പാടുന്ന സോങ് ഏതാണ്? സംഗീതയുടെ മനസ്സിൽ സോങ് ഉണ്ടാവുമല്ലോ. അതൊരു ടഫ് ചോയ്സാണ്, ടഫ് പിക്ക്. കൂടുതലും ലതാജിയുടെ സോങ്സ് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. മദൻ മോഹൻ സാറിൻ്റെ സംഗീതത്തിലുള്ള ഒരു ഹിറ്റ് പെയർ, ഹിറ്റ് കോമ്പിനേഷനായിരുന്നു. നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ, പ്രഷ്യസ് ആയിട്ടുള്ള സോങ്സ് നമുക്ക് സമ്മാനിച്ചൊരു കോമ്പിനേഷനാണ് മദൻ മോഹൻ ലതാജി. അത് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടുകൾ. ഓക്കെ. ലഗ് ജാ ഗലേ के फिर हंसी रात हो न हो, लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के फिर हंसी रात हो न हो, लग जा गले से मुलाकात हो न हो, लग जा गले से ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്നാലും ഇനിയും എനിക്ക് ആ സംഗീത സംവിധായകരുടെ പാട്ട് കിട്ടിയാൽ പാടാമായിരുന്നു അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുള്ള? അതിപ്പോൾ ആരുടെ അടുത്ത് ചോദിച്ചാലും ഉള്ളൊരു ആൻസർ ദി അൾട്ടിമേറ്റ് AR റഹ്മാൻ. ഇല്ലില്ല, തീർച്ചയായിട്ടും. ദാസറിൻ്റെ 2-3 പ്രോഗ്രാംസ് സ്റ്റേജ് ഷെയർ ചെയ്തിട്ടില്ല, പ്രോഗ്രാംസ് പാടിയിട്ടുണ്ട്. അതെ, MG ശ്രീകുമാർ സാറിൻ്റെ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ദാസർ, ഈ പറഞ്ഞ ദാസർ ഒഴിച്ച് എല്ലാവരുടെയും കൂടെ പാടിയിട്ടുണ്ട്. P ജയചന്ദ്രൻ സാറിൻ്റെ, പിന്നെ എല്ലാവരുടെയും സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്.
കൂടെ പാടണമെന്ന് പറഞ്ഞില്ല? ഷുവർ. എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ഞാൻ 2 ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചട്ടക്കാരി, നേരത്തെ പാടിയത്. ദെൻ കമ്മത്തൻ കമ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ കാറ്റാടി കാറ്റാടി എന്ന് പറഞ്ഞിട്ട്, കാറ്റാടി കാറ്റാടി കനവിലെ കാറ്റായി മെല്ലെ വന്നൊന്ന് തൊട്ടില്ലേ ഇഷ്ടം കൂടിയില്ലേ, കാറ്റായി കാറ്റായി കനവിലെ കാറ്റായി മെല്ലെ വന്നൊന്ന് തൊട്ടില്ലേ ഇഷ്ടം കൂടിയില്ലേ, നീ എന്ത് പറഞ്ഞാലും നീ എന്തിനു ചാഞ്ചാടി ഈ പൂവില്ല കുഞ്ഞിളം ചില്ലകളെങ്ങനെ പൂച്ചൂടി, കാറ്റായി കാറ്റായി കനവിലെ കാറ്റായി മെല്ലെ വന്നൊന്ന് തൊട്ടില്ലേ ഇഷ്ടം കൂടിയില്ലേ. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഓഫ് കോഴ്സ് ഇന്നത്തെ ഒരു യുവ സംഗീത സംവിധായകരിൽ ലെജൻഡറി ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് എം ജയചന്ദ്രൻ സാർ. സോ ഇറ്റ് വാസ് എ വെരി മെമ്മറബിൾ എക്സ്പീരിയൻസ്. പഴയ പാട്ടുകൾ ഏതാണ് കൂടുതൽ ഇഷ്ടം? പഴയതിപ്പം മലയാളമാണെങ്കിൽ ബാബുരാജ് സാറിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരുടെയും ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, സലിൽ ചൗധരി, സലിൽദ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കമ്പോസേഴ്സ്. എല്ലാവരുടെയും ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, അവിടെ നിന്നിങ്ങോട്ട് എല്ലാവരും, വിദ്യാസാഗർ സാർ. മലയാളം പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17 18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17 18 പ്രായം. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ബാബുരാജ് പി ഭാസ്കരൻ കോമ്പിനേഷനിൽ പറയുന്ന ബ്യൂട്ടിഫുൾ, ദാസറും എസ് ജാനകിയമ്മയും കൂടി പാടിയ പാട്ട്. ഈ സിനിമകളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടി ഒരു സെലക്ഷൻ നോക്കിയിട്ടാണോ? സെലക്ഷൻ ഇല്ല, വരുന്ന പാട്ടുകളൊക്കെ പാടാൻ നമ്മുടെ കഴിവനുസരിച്ച് മാക്സിമം ഭംഗിയാക്കി പാടാൻ ശ്രമിക്കും. അഭിപ്രായം ഇല്ല, നമുക്കിപ്പം നമ്മൾ പാടാൻ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് പാട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ പാട്ട് പാടുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. എങ്ങനത്തെ പാട്ട് വരുന്നു എന്നുള്ളത് നോക്കി അങ്ങനെയല്ല. നമ്മൾ വിളിക്കുമ്പോൾ ഇഫ് എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോൺ ആണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി വർക്ക് വിത്ത് ഇറ്റ്. പിന്നെ ഏത് പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചല്ല, എങ്ങനത്തെ പാട്ടായാലും നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കും. അങ്ങനെയാണ്. ഞാൻ ആദ്യം കർണാട്ടിക് മ്യൂസിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. MS ജയലക്ഷ്മി ടീച്ചർ, പിന്നെ അങ്ങനെ കുറേ പേരുടെ കീഴിൽ ഞാൻ പഠിച്ചു. പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ്. അത് ഗുരുജി ഫയസ് ഖാൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ പങ്കെടുത്തത് 2000 ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു നോർത്ത് ഇന്ത്യൻ ചാനൽ ZTV എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സരേഗാമ എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ, അതിപ്പോഴും ഉണ്ട് സരേഗാമ. ഇപ്പോൾ അതിൻ്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാറില്ല. എൻ്റെ തൊട്ട് മുമ്പത്തെ സീസണിലെ മെഗാ ഫൈനലിസ്റ്റ് വിന്നറായിരുന്നു ശ്രേയ ഘോഷാൽ. അത് കഴിഞ്ഞിട്ട് ഉള്ള സീസണിലാണ് ഞാൻ മെഗാ ഫൈനലിസ്റ്റ് ആയത്. അയ്യോ, അങ്ങനെ വാണിയമ്മ നമ്മുടെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു റെൻഡറിങ് ആണ് വാണിയമ്മ, വാണി ജയറാം.
പിന്നെ ജാനകി അമ്മ, സുശീല അമ്മ, എല്ലാവരും, ലതാജി, ആശാജി. പിന്നെ വാണിയമ്മയുടെ ഒരു പാട്ട്. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഓരോ നിമിഷം, ഈ ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മ